അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കടക്കരുത്. ഇവിടെ എന്താണെന്നറിയില്ല, സൺഡേ ആയതുകൊണ്ടെന്ന് അറിയില്ല, എല്ലാ ഹോട്ടലിലും നല്ല തിരക്കുണ്ട്. നമ്മളെല്ലാവരും പൊറാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ പീസ് കറിയും ചിക്കൻ കറിയും പിന്നെ കോര ഫ്രൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. പൊറാട്ട ആണെങ്കിലും ഇവിടുത്തെ കറി ആണെങ്കിലും പിന്നെ പൂരി, പുട്ട്, ചപ്പാത്തി, ദോശ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ. എന്താണ് നമ്മളെല്ലാവരും പൊറാട്ടയ്ക്ക് നിന്ന് പള്ളിയൊക്കെ നിറച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വന്നത് ചോമ്പാൽ കുഞ്ഞിപ്പള്ളി എന്ന പള്ളിയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ മഖ്ബറ ഇവിടെ കാണാൻ പറ്റുട്ടോ. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ. കുപ്പിയിൽ നല്ല തണുത്ത വെള്ളം എടുത്തു. നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖാദിർ റളിയല്ലാഹുവിന്റെ മഖ്ബറ സന്ദർശിക്കാനേനു. നമ്മളടുത്തിപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് സ്ത്രീകൾക്ക് അകത്തേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടാവില്ല. നമ്മളാകെ നോക്കിനെ എവിടെയെങ്കിലും സ്ത്രീകൾ കയറാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കാക്കു വിളിച്ചത്, ഇങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അപ്പം ഞാൻ കാക്കു കുറേ ദ്വാരന്നൊക്കെ ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അങ്ങനെ സിയാറത്തുപരമായിട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും കാക്കൊപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് അപ്പോൾ ചോദിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്നാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് ഷെയ്ഖ് അലിയിൽ കൂഫിയുടെ മക്ബറ സന്ദർശിക്കാനാണ് കേട്ടോ. ഈ പള്ളിക്കകത്താണ് കൂഫിയുടെ മക്ബറ ഉള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറം അതിന് ഖുർആൻ കോളേജും ഉണ്ട്. ഇവിടെ ഖുർആൻ കോളേജിൻ്റെ ഭാഗമായിട്ടും പള്ളിയുടെ ഭാഗമായിട്ടും കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പൂളൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറേ പണി നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം കുറേതായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ വന്ന ടൈം കുറച്ച് വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് മക്കളൊന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എന്താണെങ്കിലും കുട്ടികളൊക്കെ ഓരോന്ന് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കും തന്നെ വെയിലായതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവിടെ വന്നപ്പോഴും. പിന്നെ കുട്ടികൾ കോര അങ്ങനത്തെ കടൽപ്പുറത്ത് കിട്ടുന്ന തോട് ഐറ്റങ്ങളല്ലേ അതെല്ലാം പൊറുക്കിക്കൊണ്ട് നിന്ന്. പിന്നെ നമുക്കാണെങ്കിലും വെയിലായതുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അവിടെ ചെന്നാലും ഫോട്ടോസും വീഡിയോസും നിർബന്ധമാണ്. അങ്ങനെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ടെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ പിടിക്കുന്ന ഏരിയ കാണാമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് സിലു ഒരു ഞണ്ടിനെ കായലിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞണ്ടല്ല പോയത്, അവളെ ചെരുപ്പാണ് പോയത്. അങ്ങനെ അവളെ ചെരുപ്പ് നമുക്ക് പോയിട്ടുണ്ട്. ചെരുപ്പ് പോയിനല്ല വലിയ സങ്കടം. കാരണം ആ ചെരുപ്പ് ഇട്ടിട്ട് ആഗ്രഹം തീർന്നിട്ടില്ലേനു. പിന്നെ കാണാൻ നല്ല രസമുള്ള ചെരുപ്പാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മിനി ഗോവ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മിനി ഗോവ എന്ന് ഇവിടെ അറിയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണെന്നറിയില്ല കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ എന്താണ് ഇവിടെ പല ഐറ്റം കച്ചവടക്കാരുണ്ട്. നെല്ലിക്ക ഉപ്പിലിട്ട്, മാങ്ങ, പൈനാപ്പിൾ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉപ്പിലിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ മാങ്ങ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷിബി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ട്. നെല്ലിക്ക ആരും എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ സാനു ലേസായിട്ട് എടുത്ത് ലേസ് ഉണ്ടായിരുന്നു ഇപ്പുറത്ത്. അങ്ങനെ പല ഐറ്റം കച്ചവടക്കാരും. പിന്നെ ഐസ് ഉണ്ട് കേട്ടോ.